ഇപ്പോൾ ചിലർ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെന്ന് പറയും, ചിലർ പറയും ഞാൻ സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് തമ്മിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ചെയ്തിരുന്നത് സാറിന്റെ ഒരു വേല്? ഇൻട്രാഡേ എന്ന് പറയുന്നത് സാധാരണ കേസിൽ അന്ന് തന്നെ വാങ്ങി വിൽക്കുന്ന അല്ലെങ്കിൽ വിറ്റ് വാങ്ങുന്ന ട്രേഡുകളാണ്. അത് ഒരു ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വിറ്റ് മാറുന്ന തരത്തിലുള്ള ട്രേഡുകളാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. നോർമലി ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ 9:15 മുതൽ 3:15 വരെയാണ് ഇതിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസത്തെ മാർക്കറ്റ് ടൈം. മാർക്കറ്റ് ടൈം 3:30 വരെയുണ്ട്. പക്ഷെ 3:15 ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രോക്കർ ഓട്ടോമാറ്റിക്കായി സ്ക്വയർ ഓഫ് അല്ലെങ്കിൽ ഒഴിവാക്കും. അപ്പോൾ ചെറിയൊരു ഫൈനും അവർ ഈടാക്കും. ഇതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ 2 ദിവസം മുതൽ 1 വർഷം വരെ ആവാം. 1 വർഷം വരെ പോകാം. അപ്പം ഞാനൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് മേടിച്ചു നടക്കൂട്ട, ഏതെങ്കിലും സ്റ്റോക്ക് മേടിച്ചിട്ട് ഇന്ന് മേടിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കാം, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് വിൽക്കാം, അതല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിൽക്കാം. അതെപ്പോഴാണോ ഞാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ വെച്ച മാക്സിമം ലോസ് എന്നുള്ളത് നോക്കിയിട്ട് ടാർഗറ്റ് അല്ലെങ്കിൽ ലോസ് ഹിറ്റ് ചെയ്യുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതെപ്പോഴാണോ ആദ്യം ഏതാണോ ആവുന്നത് അതിൽ ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡാണ് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് 1 വർഷത്തിനുള്ളിൽ എപ്പോഴാണ് ആവാം. ഇൻട്രാഡേ ട്രേഡിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷന് അന്ന് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച 3:15 മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ മൂവ് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഉദ്ദേശിച്ച മൂവ്മെന്റ് ആ ദിവസം തന്നെ കിട്ടണം. കിട്ടണം. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഇനിയിപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ 10 ദിവസം 20 ദിവസം കഴിഞ്ഞാൽ എന്തുണ്ട്, നമുക്ക് സമയമുണ്ട്. അല്ലെങ്കിൽ 1-2-3 മാസമാണെങ്കിലും നമുക്ക് സമയമുണ്ട്. നമ്മളെ കരുതി മൂവ്മെന്റ് നടന്നാൽ മതി, ടൈം അവിടെ ഒരു വിഷയമില്ല. കാരണം നമ്മുടെ SL അടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ പ്രയോറിറ്റി ഉള്ളൂ. സോ ഞാൻ ആക്ച്വലി ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ വർക്കിംഗ് ടൈം അതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ടാവുക സ്വിംഗ് ട്രേഡ് ആണെന്ന് പറയാറുണ്ട്. അത് എനിക്ക് ആക്ച്വലി ഒരു ഇൻകം എന്നുള്ള രീതിയിൽ സ്വിംഗ് ട്രേഡിനെ കാണാൻ പറ്റും. നിങ്ങൾക്കൊരു ഇൻകം ആയിട്ട് കാണാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാല് മാർക്കറ്റിന്റെ കണ്ടീഷൻ അറിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഇങ്ങനെ പറയാം, മാർക്കറ്റിൽ എല്ലാ സമയത്തും ഒരു ബുള്ളിഷ് മൂഡിലല്ല മാർക്കറ്റ് നിൽക്കുക. മാർക്കറ്റ് വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയമുണ്ട്, അതേപോലെ ഒരു സൈഡ് വൈസ് മൊമെന്റം നിൽക്കുന്ന സമയമുണ്ട്, അത് ഡൗൺ സൈഡ് വരുന്ന സമയമുണ്ട്. ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, സ്റ്റോക്സിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മാർക്കറ്റ് മേലേക്ക് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രേഡ് ഉണ്ടാകുന്നില്ല, പ്രോഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സൈഡ് വൈസ് ആണെങ്കിൽ അയാൾക്ക് ഒന്നും കിട്ടില്ല, മാർക്കറ്റ് അവിടെ നിൽക്കുന്നു മാത്രം. അയാൾ എടുക്കുന്ന അല്ലെങ്കിൽ ആ എടുക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അതിപ്പോ 2008 മാർക്കറ്റ് 1 വർഷം താഴെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ. അതേപോലെ 2015 2020 കൊറോണ, ഈ സമയത്തൊക്കെ മാർക്കറ്റ് താഴേക്കാണ് വന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ആയിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡിംഗ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? ഇല്ല. ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നോണ്ടിരിക്കുന്നത്. 2 മാസമായിട്ട്. അപ്പം കഴിഞ്ഞ മാസം ഈ മാസമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 10% മുകളിൽ ഇൻഡെക്സ് താഴെ വന്നിട്ടുണ്ട്. ടോട്ടൽ 10% താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ 10% താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാസം കഴിഞ്ഞ മാസം എടുത്ത സ്റ്റോക്കുകളിൽ ഫാർമ സെക്ടറും അല്ലെങ്കിൽ 1-2-3 സെക്ടറുകൾ ഒഴികെ ഹെൽത്ത് കെയർ, ഫാർമ ഇതൊക്കെയാണ് കയറി പോയിട്ടുള്ളൂ. അപ്പം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇതല്ലാത്ത സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി എന്തായിരിക്കും, ലോസിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പാസീവ് ഇൻകം കിട്ടാനുള്ള സാധ്യതയല്ല. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ മാർക്കറ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് കിട്ടും. അതല്ലാത്ത സമയത്ത് മാർക്കറ്റ് മാറി നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനനുസരിച്ചാണ് ഓരോ സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഡിസിഷൻ മാറ്റണം. അത് എൻട്രി ചെയ്യേണ്ട സമയം, എക്സിറ്റിന്റെ സമയം നോക്കിയാൽ മതി. കാരണം നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കാം. മാർക്കറ്റ് തിരിച്ച് കയറുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. എന്തായാലും നിങ്ങളുടെ സ്റ്റോക്ക് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു സ്വിംഗ് ട്രേഡർക്ക് ബുള്ളിഷ് മൂഡിൽ നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു കേസിൽ ഞാൻ ബേസിക്കലി ട്രേഡിലുള്ള ആളല്ല, ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഇല്ലാത്ത ആളാണ്. സോ എനിക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഈ നോളജ് ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പോസിബിൾ ആണോ? പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീന്തൽ അറിയാത്ത ആള് ഒരു തോട്ടിലെ കുളത്തിൽ ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമായിട്ടും മുന്നിൽ പോകും. അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോവുക. അപ്പോൾ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ടെലഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിലാവാം അല്ലെങ്കിൽ വേറെയുള്ള ഗ്രൂപ്പിലും ടിപ്സ്
മേടിച്ച് ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഓരോ മെന്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് ട്രേഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ സജഷൻ ഏതാണോ അത് നോക്കിയിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഗ്രൂപ്പിൽ നോക്കിയിട്ട് മേടിക്കുമ്പോൾ ചില സ്റ്റോക്കുകൾ ലാഭം കിട്ടിയിട്ടുണ്ടാവും. സക്സസ് ആവും. ആ എന്തുകൊണ്ടാണെന്ന് അവർക്കറിയില്ല, പക്ഷെ പൈസ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ചില ആൾക്കാർക്ക് ചില സ്റ്റോക്കുകൾ 80% 90% ലോസിൽ കിടക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവരെടുക്കാൻ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കാൻ പറ്റൂല എന്നുള്ളതോ അതെങ്കിലും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ട്രേഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റോക്ക് എടുക്കുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വേണം. ഓക്കെ, ഇപ്പോൾ സാറ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ് ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്? ഞാൻ സത്യത്തിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ബ്ലാക്ക് സൺ ഇവന്റ്, അതായത് ഇപ്പം കൊറോണ അല്ലെങ്കിൽ യുദ്ധം എന്തെങ്കിലും വന്നാൽ പോലും ഒരു ഓവർനൈറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോലും എനിക്കത് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. കാരണം ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്തൊരു കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് കയറി വരുമെന്ന് എനിക്ക് അത് ഉറപ്പുണ്ടല്ലോ അല്ലാത്ത കേസിൽ. പിന്നെ മാക്സിമം നോക്കാറുള്ളത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പം എങ്ങനെ പറയാം, നമ്മുടെ സ്വർണത്തിന്റെ വില ഇപ്പം ഒരു പവന് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് ഇപ്പം ഞാൻ 65 രൂപക്ക് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കുമോ? ഇല്ല. അതിന് കാരണം അത് ഓവർ വാല്യൂഡ് ആണെന്നുള്ളത് തോന്നലുണ്ടാവും. അതെ, അപ്പോൾ അതിന്റെ ആക്ച്വൽ വില അറിയുന്നതുകൊണ്ടാണ് ഇത് കൂടുതലാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉള്ളത്. സ്റ്റോക്സിന്റെ കേസിൽ അങ്ങനെയല്ല. കാരണം ഒരേ സെക്ടറിൽ നിൽക്കുന്ന സ്റ്റോക്ക് പല സ്റ്റോക്കിനും പല വിലയാണ്. ഒരേ സെഗ്മെന്റിലുള്ള പല കമ്പനികളുടെ സ്റ്റോക്കിനും ഡിഫറെന്റ് റേറ്റ് ആണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് ആദ്യം അറിയണം. അപ്പോൾ അതിന് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഫെയർ വാല്യൂഡ് ആണോ നിൽക്കുന്നത് ആദ്യം അറിയണം. അതാണ് ഫസ്റ്റത്തെ പ്രയോറിറ്റി വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെക്ക് ചെയ്യും. അതിനുശേഷം ടെക്നിക്കൽ അനാലിസിസ് നോക്കും. അതിൽ ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുന്നതാണ് എനിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ചിലപ്പോൾ എടുക്കും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ചില കേസിൽ എന്ത് ചെയ്യും, ഒരു 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ട്രേഡ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ വല്ല ബ്രേക്ക് ഔട്ടുകൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് ആവാം. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. അതൊക്കെ ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ആ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുക. അപ്പം ഇപ്പോൾ ഈ സമയത്ത് നോക്കി അറിയാൻ പറ്റും ചില സ്റ്റോക്കുകൾ മേലേക്ക് പോകുന്നുണ്ട്, സ്റ്റോക്ക് മേലേക്ക് പോകുന്നുണ്ട്. ചില സ്റ്റോക്കുകൾ പിന്നെ എന്താ പറയുക മാർക്കറ്റ് വരുന്നതിൽ കൂടെ സ്പീഡിൽ താഴെ വരുന്നുണ്ട്. അതെ, അപ്പോൾ ഇതിൽ നമ്മളെടുത്ത സ്റ്റോക്ക് നോക്കി ഇപ്പം കൊച്ചിൻ ഷിപ്പ് യാർഡ് 2,900 അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന സ്റ്റോക്ക് ഇപ്പം അതിന് പകുതി റേറ്റിലേ ഉള്ളൂ ഇപ്പോൾ, ഏകദേശം. അപ്പോൾ ഇതിപ്പം ഹൈന്ന് മേടിച്ച ഒരാളെ സംബന്ധിച്ച് വലിയ ലോസിലായിരിക്കും. ഇപ്പം അത് മേടിക്കാൻ പറ്റും വെച്ചാൽ മാർക്കറ്റ് ഇനി അത് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അത് താഴെ വന്ന് തിരിച്ച് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് മേടിക്കാൻ ആയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് മേടിക്കാൻ ആയോ എന്നുള്ളത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് നോക്കാറുള്ളത്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇൻഡെക്സ് പോസിറ്റീവായിട്ടും കൂടെ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അതല്ലാത്ത കേസിൽ ഒഴിവാക്കി നിൽക്കും, മാർക്കറ്റ് മാറി നിൽക്കും. കാരണം നമുക്ക് ചാൻസ് സമയമുണ്ടല്ലോ, താഴെ വരികയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അനാലിസിസും ഡിസിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ട്രേഡർ സാറ് സാറ് ഏതാണ് ചൂസ് ചെയ്യുക? അതായത് ഇൻട്രാഡേ ആണോ അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ആണോ ചൂസ് ചെയ്യുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും ട്രേഡ് ചെയ്യാൻ പറ്റണം. അതാണ് ട്രേഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളാണെങ്കിലും നമുക്ക് പിന്നെ ഇപ്പോൾ മാർക്കറ്റ് താഴെ വരികയാണ്, ആ സമയത്ത് ഇൻട്രാഡേ ചെയ്ത പൈസ കിട്ടും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റോക്കിലാണെങ്കിൽ ഷോർട്ട് ചെയ്യാം, ഓപ്ഷൻസിലാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ എടുക്കുക അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി മാർക്കറ്റ് മേലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, കൂടെ ഹോൾഡ് ചെയ്യാം. അതും കൂടെ ചെയ്യാൻ പറ്റും. അവിടെയും ഇൻട്രാഡേ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഏറ്റവും താഴെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോങ് ടൈമിലേക്ക് വേണ്ട സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോങ് ടൈമിലുള്ള ട്രേഡുകൾ ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈമിൽ ചെയ്യാൻ പറ്റും, ഇൻട്രാഡേ ചെയ്യാൻ പറ്റും.
അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുക, ആ സമയത്ത് ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് ആ മെത്തേഡ് ചൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്കാൽപ്പ് ചെയ്യേണ്ട ടൈം ആണെങ്കിൽ സ്കാൽപ്പ് ചെയ്യേണ്ടി വരും, അല്ല ഇൻട്രാഡേ ചെയ്യേണ്ട ടൈം ആണെങ്കിൽ അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ഇനി ഒരു പിന്നെ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിൽ കുറച്ച് നല്ല സ്റ്റോക്കുകൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം. ഈ ലോങ് ടൈമുക്ക് ഇപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലോങ് ടൈമുക്ക് എന്തായാലും കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വേണം. ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധമാണ്, കാരണം അപ്പം നമുക്ക് ഡിവിഡൻഡ് കിട്ടാം, മറ്റുള്ളത് കിട്ടാം എന്നുള്ളതുകൊണ്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇതിന്റെ കൂടെ തന്നെ അതും കൂടെ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം ട്രേഡർ എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇൻട്രാഡേയിലാണ്, പക്ഷേ ഈ പറയുന്ന എല്ലാതും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു പാസീവ് ഇൻകം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് ഉപയോഗിക്കാം, ഓപ്ഷൻ സെല്ലിംഗ് ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഉപയോഗിക്കാം. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് ചെയ്യുന്നു എന്നല്ല, മാർക്കറ്റിന്റെ കണ്ടീഷൻസിനനുസരിച്ച് എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. ഇപ്പം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ എല്ലാ ബോളും സിക്സ് അടിക്കാൻ പോസിബിൾ അല്ല. ബോൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് കളിക്കാൻ, അതിനനുസരിച്ച് കളിക്കുക എന്നുള്ളതാണല്ലോ. അതന്നെ മാർക്കറ്റിലും ചെയ്യാനുള്ളൂ. നമുക്കുള്ള മാർക്കറ്റ് കണ്ടീഷൻ എന്താണോ അത് മനസ്സിലാക്കുക, ട്രേഡ് ചെയ്യുക.